നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ 10 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു. പുതുതായി 1477 പേർക്ക് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 1367 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതുവരെ 2,44,325 പേർക്കാണ് കുവൈറ്റിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1393 പേർ മരണപ്പെട്ടു. 2,28,627 പേർ സുഖം പ്രാപിച്ചു. നിലവിൽ രാജ്യത്ത് 14,305 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 224 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഖത്തറിൽ വെള്ളിയാഴ്ച 950 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 533 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 1,68,534 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 814 പേർ സ്വദേശികളും 136 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 324 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സൗദി അറേബ്യയിൽ ഇന്ന് 904 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. പുതുതായി 540 പേർ രോഗമുക്തി നേടി. രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,96,758 ആയി. ഇവരിൽ 3,82,198 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിലായിരുന്ന 9 പേർ മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 6,737 ആയി. വിവിധ ആശുപത്രികളിലും മറ്റുമായി 7,823 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 898 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.4%, മരണനിരക്ക് 1.69%. ബഹ്റൈനിൽ കോവിഡ് പോസിറ്റീവായ 1 വയസ്സുകാരിയിൽ നിന്ന് രോഗം പകർന്നത് 14 കുടുംബാംഗങ്ങൾക്ക്. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട സമ്പർക്ക പരിശോധനാ റിപ്പോർട്ടിലാണ് ഈ വിവരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞിന്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കാണ് രോഗം പകർന്നത്. അതേസമയം ഏപ്രിൽ 1 മുതൽ 7 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന ശരാശരി പ്രതിദിന കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ 3-ന് റിപ്പോർട്ട് ചെയ്ത 1316 കോവിഡ് കേസുകളാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്ക്. കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച മിനിമം വേതനം സൗദി ഭരണകൂടം നടപ്പിലാക്കി തുടങ്ങി. രാജ്യത്തെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശി ജീവനക്കാരിൽ 50-ന് മുകളിലുള്ളവർക്കിടയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതുപ്രകാരം സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മുഴുവൻ സ്വദേശികൾക്കും ചുരുങ്ങിയത് 4,000 റിയാൽ ശമ്പളം നൽകണം. നേരത്തെ 3,000 റിയാലായിരുന്നു സൗദിയിലെ മിനിമം വേതനം. അൽ ഇഖ്തിസാദിയ ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലിക്ക് അബുദാബി സർക്കാരിന്റെ ആദരം. വാണിജ്യ വ്യവസായ ജീവകാരുണ്യ മേഖലകളിലെ സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡിന് യൂസഫ് അലി അർഹനായത്. അൽ ഹുസൻ പൈതൃക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. റമദാൻ മാസത്തിൽ സബ്സിഡി നിരക്കിൽ പൗരന്മാർക്ക് ഇറച്ചിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രാലയം പദ്ധതി പുറപ്പെടുവിച്ചു. റമദാനിൽ ഇറച്ചിവില പിടിച്ചു നിർത്തുന്നതിനും കമ്പോള ഇറച്ചിയുടെ ആവശ്യവും ലഭ്യതയും ക്രമീകരിക്കുന്നതിനുമായാണ് പുതിയ സംരംഭം തുടങ്ങുന്നത്. പ്രാദേശികവും ഇറക്കുമതി ചെയ്യുന്നതുമായ 30,000 കന്നുകാലികളെ ലഭ്യമാക്കാനും മാംസം പൗരന്മാർക്ക് സബ്സിഡി നിരക്കിൽ വിൽക്കാനുമായി വിദാം ഫുഡ് കമ്പനിയുമായി ചേർന്നാണ് മന്ത്രാലയം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ ആലോചനയില്ലെന്ന് ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കി. കുവൈറ്റിൽ അത്തരം പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. അതേസമയം റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ സ്പുട്നിക് കുവൈറ്റിൽ അംഗീകാരമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഒമാനിലെ മുഴുവൻ ആശുപത്രികളിലെയും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ സ്വകാര്യ ആശുപത്രികൾക്കും മന്ത്രാലയം നോട്ടീസ് നൽകി. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ രോഗികൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്യൽ ആവശ്യമായ സർജിക്കലും നോൺ സർജിക്കലുമായ മുഴുവൻ ശസ്ത്രക്രിയകളും മാറ്റിവെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. റമദാനെ സ്വീകരിക്കുന്നതിനായി മക്കയിലും മദീനയിലും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അനുമതി പത്രമില്ലാതെ മക്കയിലെ ഹറം പള്ളിയിലെത്തുന്നവർക്ക് പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്കും പ്രവേശനം അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പെർമിറ്റില്ലാതെ ഉംറയ്ക്കെത്തി പിടിയിലാകുന്നവർക്ക് 10,000 റിയാലും നമസ്കരിക്കാനെത്തുന്നവർക്ക് 1,000 റിയാലുമാണ് പിഴ ചുമത്തുക. കോവിഡ് അവസാനിച്ച് ജനജീവിതം സാധാരണ നിലയിലെത്തുന്നതുവരെ ഈ സ്ഥിതി തന്നെ തുടരുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.